മമ്മൂട്ടിക്ക് മലയാള സിനിമയിൽ വൻ തിരിച്ചുവരവ് നൽകിയ ചിത്രമാണ് ന്യൂഡൽഹി. ജി കൃഷ്ണമൂർത്തി എന്ന പത്രാധിപൻ തന്നോട് ക്രൂരത കാണിച്ചവരോട് എണ്ണി എണ്ണി മറുപടി ചോദിക്കുന്നതാണ് സിനിമയുടെ ഉള്ളടക്കം. ഏറ്റവും ഒടുവിൽ തന്ത്രങ്ങൾ പാളുമെങ്കിലും നായികയുടെ കഥാപാത്രം ആ ലക്ഷ്യം പൂർത്തിയാക്കും. തമിഴ്നാടൻ ത്യാഗരാജൻ, വിജയരാഘവൻ, സുരേഷ് ഗോപി, സുമലത, ഉർവശി ഉൾപ്പെടെ വമ്പൻ താരങ്ങൾ അണിനിരന്ന ചിത്രത്തിന് പിന്നിൽ ഡെന്നിസ് ജോസഫ് ആയിരുന്നു. മോഹൻലാലിന്റെ സിനിമാ ലോകത്തെ സാന്നിധ്യം മാറ്റിമറിച്ച ചിത്രമാണ് രാജാവിൻ്റെ മകൻ. ഇതിന് പിന്നിലും ഡെനീസ് തന്നെ. കൂടാതെ ഒരുപിടി ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത മഹാപ്രതിഭ കൂടിയായിരുന്നു ഡെന്നീസ് ജോസഫ്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ സഹായിച്ചവരെല്ലാം എന്നും ഇഷ്ടം കാണിച്ചെന്ന വ്യക്തിയായിരുന്നു. മാധ്യമപ്രവർത്തകനും സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന ഡെന്നീസ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ ഹിറ്റായ ന്യൂഡൽഹി 3 മാസം പിന്നിട്ട് പല തിയേറ്ററിലും നിറഞ്ഞോടിയ സിനിമ. സേലം വിഷ്ണു എന്ന ത്യാഗരാജന്റെ കഥാപാത്രത്തിനും വലിയ കയ്യടികളാണ് ലഭിച്ചിരുന്നത്. മമ്മൂട്ടി എന്ന നായകന്റെ തലവര മാറ്റിയ ചിത്രം വമ്പൻ ഹിറ്റിലേക്ക് ന്യൂഡൽഹി എത്തിയതോടെ മറ്റു ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ ആലോചിച്ചിരുന്ന വേളയിലാണ് നടൻ രജനികാന്ത് ബന്ധപ്പെട്ടത്. മമ്മൂട്ടി ചെയ്ത കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് രജനികാന്ത് അറിയിച്ചെന്ന് ഡെന്നീസ് ജോസഫ് തന്നോട് പറഞ്ഞിരുന്നതായി ഒരു യൂട്യൂബ് ചാനൽ പറയുന്നു. എന്നാൽ രജനികാന്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. ഹിന്ദി സൂപ്പർ സ്റ്റാർ ആയിരുന്ന ജിതേന്ദ്രനെ വെച്ചാണ് ചിത്രം റീമേക്ക് ചെയ്തത്. എന്തുകൊണ്ട് രജനീകാന്തിനെ മാറ്റി നിർത്തി എന്ന ചോദ്യം സ്വാഭാവികം. കഥയിൽ ചില മാറ്റങ്ങൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നുവത്രേ. സംവിധായകൻ ജോഷിയും ഇക്കാര്യം നിസ്സീകരിക്കുകയും ചെയ്തു. ഇതോടെ ജിതേന്ദ്ര മമ്മൂട്ടിയുടെ വേഷം വിട്ടു. വ്യത്യസ്തമായ കഥയും അവതരണവും ന്യൂഡൽഹി എന്ന ചിത്രം ഇപ്പോഴും കാണുന്നവർക്ക് നവ്യ അനുഭവം നൽകുന്നു. നടൻ ജോസ് പ്രകാശും പ്രേംപ്രകാശും സഹോദരീപുത്രനാണ് ഡെന്നീസ് ജോസഫ്. ഫാർമസി പഠിച്ച അദ്ദേഹം പിന്നെ ശോഭിച്ചത് സിനിമാ രംഗത്താണ്. കട്ട് കട്ട് എന്ന പ്രസിദ്ധീകരണത്തിൽ നിന്ന് സബ് എഡിറ്ററായിരുന്നു ഡെന്നീസ് ജോസഫ് രംഗപ്രവേശനം ചെയ്തത്.